ലോക സിനിമയിൽ തന്നെ ഹൊറർ ജോണറിൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ സിനിമ. ഒരു ഡെമണിക് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആയ സിനിമ. 1976 റിലീസ് ചെയ്തിട്ടും ഇന്നും ചർച്ചയാകുന്ന, ചില സമയങ്ങളിൽ ഭയപ്പെടുത്തുന്ന, ഒരു പക്ഷേ ഒരുപാട് തവണ കണ്ടവർ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത സിനിമ റിച്ചാർഡ് ഡോണറിന്റെ ദ ഓമൻ. റോബർട്ടും കാതറിനും ജീവിക്കുന്നത് റോമിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രസവത്തിൽ വെച്ച് അവരുടെ കുഞ്ഞു മരിക്കുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ഒരു മിസ്റ്റീരിയസ് പ്രീസ്റ്റ് പറഞ്ഞത് പ്രകാരം അതേ രാത്രി തന്നെ ജനിച്ച അമ്മ മരിച്ച മറ്റൊരു കുഞ്ഞിനെ കാതറിന് അറിയാതെ അവളുടെ അടുത്ത് റോബർട്ട് കിടത്തുന്നു. ഒരു സീക്രട്ട് അഡോപ്ഷൻ. അവർ ആ കുഞ്ഞിനെ പേരിടുന്നു ഡാമിയൻ. ഡാമിയന്റെ 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ്റെ നാനി ആത്മഹത്യ ചെയ്യുന്നു. അതിനു മുന്നേ അവർ പറഞ്ഞ വാക്കുകൾ സ്ട്രൈക്കിംഗ് ആണ്. ഇറ്റ്സ് ഓൾ ഫോർ യു ഡാമിയൻ. സൂവിൽ പോകുമ്പോൾ മൃഗങ്ങൾ ഡാമിയനെ കണ്ട് പേടിച്ചു മാറുന്നു. പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡാമിയന് ദേഷ്യം വരുന്നു. ഇങ്ങനെ പല പല ഇൻസിഡൻസ്. ഡാമിയൻ ഒരു സ്പെഷ്യൽ ചൈൽഡായി വളരുന്നു. ഫാദർ ബ്രണ്ണൻ ഡാമിയൻ ആരാണ് എന്താണെന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട്. ഹീസ് നോട്ട് ഹ്യൂമൻ, ഹീസ് ആൻറ്റി ക്രൈസ്റ്റ്. സിനിമയിലെ ഓൾ ടൈം ഫേവറേറ്റ് മൊമെന്റ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ കീത്ത് ജെന്നിങ്സ് വിക്ടിംസിന്റെ ഫോട്ടോഗ്രാഫ് കാണിക്കുന്ന സീക്വൻസ്. അവരുടെ മരണം എങ്ങനെയാണെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഷാഡോ ലൈൻസ് ഉള്ള ഫോട്ടോഗ്രാഫുകൾ. അവിടെ നിന്നുള്ള ഡാമിയന്റെ ഒറിജിൻ അന്വേഷിച്ചുള്ള യാത്രകളും റിവീലിങ്ങുകളും. ഫിക്ഷണൽ സ്റ്റോറിയുടെ ബിലീവബിൾ ഫാക്ടർ ഗംഭീരമാണ്. ഡാമിയന്റെ തലയിലെ 666 മാർക്കും എല്ലാ തരത്തിലും ജോണറിനോട് നീതി പുലർത്തുന്ന ഗൂസ്ബം മൊമെന്റുകൾ. മ്യൂസിക്കലി ബിൽഡ് ചെയ്തിരിക്കുന്ന അതിഗംഭീര വേൾഡും ജെറി ഗോൾഡ് സ്മിത്തിന്റെ ആവേശ് സാറ്റാനി തരുന്ന ഡിമോണിക് എനർജി ബിൽഡിങ്ങും ഇപ്പോൾ ആലോചിക്കുമ്പോഴും ചിൽസ്. ഒരു സിനിമ ഹൊറർ ജോണറിൽ കൃത്യമായ ഐഡന്റിറ്റി സൃഷ്ടിച്ച് വർഷങ്ങൾ കഴിഞ്ഞു നിലനിൽക്കുന്നത് അത്ര എളുപ്പമല്ല. 5 മെയിൻ സിനിമകളും ഒരു TV സീരീസുമാണ് ഒമൻ ഫ്രാഞ്ചൈസിയിലുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടു നോക്കും.